എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 14 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 50 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ആരുമില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിന് ലഭിക്കുന്ന 1000 രൂപയുടെ ധനസഹായമാണ് അഭയകിരണം പദ്ധതി. ഈ പദ്ധതിയിലേക്ക് വനിതാ ശിശു വികസന വകുപ്പാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. www.schemes.wcd.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിനുള്ള മാനദണ്ഡം നോക്കുകയാണ് എങ്കിൽ ആരും ഇതിലേക്ക് അപേക്ഷിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എററാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവയെ സംരക്ഷിക്കുന്ന ബന്ധുവിനാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഈ അപേക്ഷിക്കുന്ന ആളുകൾക്കും ബന്ധുവിനെല്ലാം വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയാകണം. അത് എന്ത് പറഞ്ഞാലും 1 ലക്ഷം രൂപയ്ക്ക് വാർഷിക വരുമാനം താഴെയുള്ളവരെ ആയിരിക്കും ഈ മറ്റുള്ളവർ നോക്കേണ്ടി വരിക. അങ്ങനെയുള്ള ആളുകളെ നോക്കുന്ന ബന്ധുവിനാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. നിലവിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവകൾക്ക് വിധവാ പെൻഷൻ ഉണ്ടാകും. അത് 2000 രൂപ ലഭിക്കും. ആ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷിക്കുന്നവർക്കോ അപേക്ഷിക്കപ്പെടാൻ കാരണമായിട്ടുള്ള ബന്ധുവിനോ, അതായത് നോക്കുന്ന ആളുകൾക്കോ നോക്കപ്പെടുന്ന ആളുകൾക്കോ എന്തെങ്കിലും ക്ഷേമ പെൻഷനോ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ ഉണ്ട് എങ്കിൽ ഈ ഒരു അഭയകിരണം പദ്ധതിയുടെ സഹായം ലഭിക്കില്ല. അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷിച്ചാലും 1000 രൂപ മാത്രമാണ് സഹായം ലഭിക്കുക. പിന്നെ എന്തിനാണ് ക്ഷേമ പെൻഷൻ കളഞ്ഞുകൊണ്ട് ആരും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കില്ല. അപ്പോൾ ഒരു പ്രഹസന പദ്ധതിയാണ് ഇത്, വർഷങ്ങളായിട്ട് നടന്നു വരുന്ന പദ്ധതിയാണ്. അപ്പൊ അതിലൊരു മാനദണ്ഡം മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അതായത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും ബന്ധുവിന് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ നോക്കുന്ന ആളുകൾ, അത് പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും, അയാൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. പക്ഷേ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ ഒരു അഭയകിരണം പദ്ധതിയിലൂടെ 1000 രൂപ ലഭിക്കുകയാണെങ്കിൽ വലിയ സഹായം തന്നെയായിരിക്കും. അതിൽ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു വകുപ്പ് ഈ കാര്യം ഗൗരവത്തിലെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് മിക്കവാറും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ തന്നെയാണ്. കാരണം ആ അർഹതാ മാനദണ്ഡം, ക്ഷേമ പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് അഭയകിരണം പദ്ധതിയിലൂടെ സഹായം ലഭിക്കുക. അപ്പൊ ആരും അഭയകിരണം ലഭിക്കാൻ വേണ്ടി ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കില്ല, അഭയകിരണം 1000 രൂപ മാത്രമാണ് ലഭിക്കുക. ഇത് സർക്കാർ ഗൗരവത്തിലെടുത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും അതിന്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തണം എന്നുള്ളത് അപേക്ഷിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. 21-ാം തീയതി കടമെടുപ്പുണ്ടാകും. 23-ാം തീയതി 24-ാം തീയതിയൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതാണ്. ഈ മാസത്തെ പെൻഷൻ മുടങ്ങിപ്പോകും എന്ന തരത്തിലുള്ള വാർത്ത പല ആളുകളും നടത്തുന്നുണ്ട്. പക്ഷെ അത് സാധ്യതയില്ല. ഈ മാസത്തെ പെൻഷൻ മുടക്കി ഓണത്തിനോടനുബന്ധിച്ച് രണ്ടും ഒരുമിച്ച് നൽകാനുള്ള പദ്ധതി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വാർത്തകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും ഇല്ല. ഈ ക്ഷേമ പെൻഷൻ അത് കറക്റ്റായിട്ട് തന്നെയായിരിക്കും ലഭിക്കുക. ഓണത്തിനോടനുബന്ധിച്ച് 2 മാസത്തെ ലഭിക്കാനാണ് സാധ്യത. അതൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും ജൂലൈ മാസത്തെ പെൻഷൻ മുടക്കിക്കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഇരട്ടി പെൻഷൻ നൽകുകയാണെങ്കിൽ അത് സെപ്റ്റംബറിലേത് മുൻകൂറായി നൽകുവാനാണ് സാധ്യത. അപ്പോൾ ഈ രീതിയിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം. SMAM പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജൂലൈ 15 മുതൽ ആരംഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ വ്യക്തികൾക്ക് 40 മുതൽ 50% ഗ്രൂപ്പുകൾക്ക് 80% വരെയും സബ്സിഡിയോടുകൂടി കൃഷി യന്ത്രങ്ങൾ വാങ്ങാവുന്നതാണ്. തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടർ വരെ ഇത്തരത്തിലുള്ള സഹായത്തിലൂടെ വാങ്ങാൻ കഴിയും. കർഷക യന്ത്ര ബാങ്കുകൾ, കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഇതിലൂടെ കേന്ദ്ര സഹായം ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ അപേക്ഷ ഈ ജൂലൈ 15 മുതൽ ആരംഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളുടെ പോസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ലിങ്ക് വേണ്ടവർ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. യുദ്ധഭീതി അവസാനിച്ചതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ വാണിജ്യ പാചക വാതക സിലിണ്ടറിന്റെ വിതരണത്തിനുള്ള ഇടവേളകളും നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിരുന്നു. ഗാർഹിക സിലിണ്ടറിനും ഈ ഒരു നിയന്ത്രണം എടുത്തു കളയും എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. വിലയും വാണിജ്യ സിലിണ്ടറിന് ചെറിയ രീതിയിൽ കുറച്ചു. ഗാർഹിക സിലിണ്ടറിനും വില കുറക്കും എന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ വീണ്ടും അമേരിക്ക ഇറാൻ ആക്രമണം തുടങ്ങിയതിനെ തുടർന്ന് ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടക്കുകയും ചരക്ക് നീക്കം പൂർണ്ണമായിട്ടും നിന്നുപോയ അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത് കുറച്ചധികം സ്റ്റോക്ക് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പോലും നിയന്ത്രണത്തോട് കൂടിയിട്ട് മാത്രമായിരിക്കും ഗ്യാസ് സിലിണ്ടറുകൾ
വിതരണം ഇനി അങ്ങോട്ട് ഉണ്ടാവുക. യുദ്ധം പൂർണ്ണമായിട്ടും നിൽക്കാതെ പഴയ പോലെ ആകില്ല. നമുക്കറിയാം, ഗ്യാസ് വില വർദ്ധിച്ചതിൻ്റെ സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ചായയുടെ വില പോലും 12-15 രൂപയ്ക്ക് ആയ സ്ഥിതിയുണ്ട്. അത് എല്ലാ ജീവിതത്തെയും ബാധിച്ചതുമാണ്. പല ആളുകളുടെയും ജോലി വരെ നഷ്ടപ്പെട്ട സാഹചര്യവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നത് വീണ്ടും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഇനിയും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നിലവിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ ഇടവേള നേരത്തെ കുറച്ചിരുന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന ആ സിലിണ്ടറിന് നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവുമാണ് ബുക്കിംഗ് ഇടവേള. അത് എടുത്തു കളഞ്ഞിട്ടില്ല. അത് അതുപോലെ തന്നെ തുടരും. അതിലെന്തെങ്കിലും കടുപ്പിക്കുമോ എന്നുള്ളത് ഇപ്പോഴുണ്ടാകില്ല. അത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിലും മാറ്റം വന്നേക്കാം. വിലയിൽ ഇനി കുറവല്ല, കൂടുകയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ 960 രൂപയോളം, പിന്നെ ഡെലിവറി ചാർജും എല്ലാം കൂടി 1000-ന് മുകളിൽ വരെ നൽകുന്ന ആളുകളുണ്ട്. അതിലൊക്കെ ഒരു മാറ്റം വീണ്ടും വില വർദ്ധിക്കുകയാണ് എങ്കിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാ ആളുകളും ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ബുക്കിംഗ് സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ബുക്ക് ചെയ്ത് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തിട്ടില്ല എങ്കിൽ ബുക്കിംഗ് നഷ്ടപ്പെടും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ്. PNG കണക്ഷൻ ഉള്ള ആളുകൾ LPGയിൽ നിന്നും PNGയിലേക്ക് മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങളുടെ അടുത്ത് പൈപ്പ് ലൈൻ ഗ്യാസ് ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുകയും LPG ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ PNG കണക്ഷൻ, പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരും LPG കണക്ഷൻ റദ്ദാക്കുകയും ഗ്യാസ് സിലിണ്ടറുകൾ തിരിച്ച് നൽകുകയും വേണം. ഇല്ല എങ്കിൽ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടാൽ പിഴ നൽകേണ്ടി വരും. അപ്പോൾ നിലവിൽ ഈ ഒരു അവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, 5 കിലോമീറ്റർ ചുറ്റളവിന് ഡെലിവറി ചാർജ് ഇല്ല. വൻതോതിൽ അധികമായിട്ട് വില ഈടാക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏജൻസികൾ ഏതെങ്കിലും സ്ഥലത്ത്, പ്രദേശത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കാൻ പറയുന്നുണ്ട്. അതൊന്നല്ല, വീടുകളിൽ തന്നെ എത്തിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ് നിബന്ധന. ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ട് എങ്കിൽ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും പ്രത്യേക നമ്പർ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ആ നമ്പറാണ് ഇനി പറയുന്നത്. മറ്റൊന്ന് KYCയുടെ കാര്യമാണ്. ഉജ്ജ്വൽ യോജന കണക്ഷൻ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും KYC നേരത്തെ ചെയ്യാത്തവരും KYC നടപടികൾ പൂർത്തീകരിക്കണം. ഇല്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.